എന്ത് വകയിൽ? ആദ്യമായിട്ട് കഥ എഴുതിയതിന് പ്രതിഫലം കിട്ടി. ഇപ്പൊ എന്നെ കണ്ട മഹാധനികനാണെന്ന് തോന്നുന്നില്ലേ? 4 ആഴ്ചത്തേക്ക് 200 രൂപ. 4 ചോക്ലേറ്റ് വാങ്ങിത്തന്നെ ഒഴിവാകാൻ നോക്കണ്ട. പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോയി 2 ആൾക്കും ഡിന്നർ ഓർഡർ ചെയ്യാം. ദേഹനൊക്കെ ഒരു സിനിമയും കാണും. ഞാൻ റെഡി. അയ്യോ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞാണ്. കിട്ടിയ കാശ് ഉടനെ പൊടിച്ചു കളയണ്ട. സത്യത്തിൽ കിട്ടിയ കാശ് മുഴുവൻ VP സാറിന് കൊടുക്കാനാണ് തോന്നിയത്. ഒരു കാണിക്ക പോലെ. അദ്ദേഹം കാരണമാണ് ഇത് അച്ചടിച്ചു വന്നത്. പക്ഷെ വാങ്ങിയില്ല. ഗീതയ്ക്ക് എന്ത് വേണം കൽപ്പിച്ചോളൂ. ധാരാളം പണം കിട്ടാൻ തുടങ്ങുമ്പോൾ ആവശ്യങ്ങൾ പറഞ്ഞോളാം. കഷ്ടപ്പെട്ട് എഴുതിയുണ്ടാക്കിയ കാശാണെന്ന് ഓർമ്മിച്ചോളണം. കമ്പനിയിൽ നിന്ന് പിരിയുമ്പോ കിട്ടി 22,000 6 മാസം കൊണ്ട് ഒരാൾ തവിടുപൊടിയാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛൻ. ആണുങ്ങളെല്ലാം അങ്ങനെയാണ്. ഗുരുനാഥന്റെ അനിയത്തിക്ക് കാര്യമായി വല്ലതും വാങ്ങിക്കൊടുക്കണം. വേണ്ടേ? സംസാരിക്കാൻ തന്നെ എനിക്ക് ഭയമാണ്. പിന്നെയല്ലേ സമ്മാനം കൊടുക്കല്. അതിസുന്ദരിമാരെ ഭയപ്പെടണം. ഒരു ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചോണ്ടോ? ഞാനും ഒന്ന് കാണട്ടെ. സൗന്ദര്യമല്ല, ഒരു വല്ലാത്ത നിന്നോടിത് പറഞ്ഞു പോയതേ അബദ്ധമായി. ആളുകളെ മുഴുവൻ വിറപ്പിക്കുന്ന VP സാറിനെ ഇവള് മെരുക്കി പാവമാക്കുന്നത് കണ്ടാൽ അന്തം വിട്ടു. സത്യം പറയൂ, ആദ്യം കണ്ടപ്പോഴേ തോന്നിയ പ്രേമം. നിനക്ക് വേറെ വല്ലതും അറിയാണ്ടേ ചോദിക്കും. ഒരു സ്വകാര്യം പറഞ്ഞതിന്റെ ഗതികേട്. കളിയാക്കാനല്ല, അറിയാൻ ചോദിക്കാണ്. വെറുതെ ഒരു രസത്തിന്. VP സാർ ഇല്ലാത്തപ്പോ 2-3 തവണ പുസ്തകങ്ങൾ എടുക്കാൻ പോയി. അന്ന് ചായ തന്നു. വെറുതെ സംസാരിച്ചിരുന്നു. ആദ്യം ബഹുമാനം, പിന്നെ ഒറ്റ കഴിയുന്ന അവളെ ഓർത്ത് അല്പം സാധാരണ, പിന്നെ പിന്നെ വാടക വീട്ടിൽ താമസം തുടങ്ങുമ്പോഴേ ഞാൻ ക്രോസ് വിസ്താരം നടത്തേണ്ടതായിരുന്നു. ഹൃദയം പണയം കൊടുത്തു വന്ന കക്ഷിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ജന്മിയോട് പറഞ്ഞ് താക്കോൽ തിരിച്ചു വാങ്ങിച്ചേന്. കഥയെഴുത്തുകാരന്റെ ഭാഷയിൽ ഭാരതി ഒന്ന് വർണ്ണിക്കൂ, കേൾക്കട്ടെ. അല്പം സാഹിത്യത്തിൽ പറഞ്ഞാൽ ഒരു കാശിത്തുമ്പയുടെ ഭംഗി, ലാളിത്യം. അപ്പോൾ ആര്യപുത്ര, കഥാകാര, അയൽക്കാരിയായ ഈ ഭാഗ്യഹീനിയോ? ആശ്രമവാടത്തെ അസ്വസ്ഥമാക്കാൻ വന്ന ശുഭാംഗി നീയോ? നീ ഉദയരശ്മി കാത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂവാണ്. ഉപമയ്ക്ക് ശാഖകാലം പഴക്കച്ചവയുണ്ട്, സാരമില്ല. ഈശ്വര, പെണ്ണ് കാണാൻ വന്ന് 20 പവനും വർക്ക്ഷോപ്പിടാൻ 10,000 ചോദിച്ച ആ തന്തയോട് ഒന്ന് വിളിച്ചു പറയാമോ സൂര്യകാന്തി പൂവിന് വില പറയരുതെന്ന്? ധൈര്യം എടുക്കുന്ന കേട്ടോ. പഴയ നാടകമാണ്, കൊള്ളില്ല. ഇത് മതി. ആണുങ്ങൾ കുറവാ, പെണ്ണുങ്ങളെ അഭിനയിക്കുന്നത് വൈഡബ്ല്യൂസിയിൽ. നീയും? അയ്യോ, അച്ഛൻ കേക്കണ്ട. ഞാൻ അഭിനയിക്കുന്നില്ല. നാടകത്തിന്റെ ആശാട്ടി. തപ്പിത്തടയൊരു വാചകം പറയാൻ അറിയാവുന്നവരില്ല ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ. ഇവറ്റയ്ക്കൊക്കെ 600-700 ശമ്പളം. പത്രം ഓഫീസിൽ എനിക്കൊരു ചെറിയ ജോലി കിട്ടോ? ശുപാർശ പറയേണ്ടത് ഞാൻ. VP സാറിന്റെ ദയവ് കൊണ്ട് എങ്ങനെയോ കയറി പറ്റിയതാണ്. ഇനിയും സ്ഥിരമായിട്ടില്ല. അര പേജുണ്ട് ഒരു ഡയലോഗ്. ഭാരതിയോട് പറയൂ, എത്ര പേര് ഇവിടെ വരുന്നല്ലേ? കല്യാണാലോചനയും ഉദ്യോഗാന്വേഷണം ഒരുമിച്ച് വേണോ? ആരൊക്കെയോ വരുന്നു. അവരുടെ മുമ്പിൽ ഒരു വിഡ്ഢിവേഷമായി ഞാൻ നിൽക്കുന്നു, പോരുന്നു. എനിക്ക് മടുത്തു. വലിയ പുരോഗമനവാദികൾ. അവർക്ക് സ്ത്രീധനം വേണ്ട. ലജ്ജാവഹം. സ്ത്രീധനമോ? പഴയ ആളുകളായ അച്ഛൻ, അമ്മാവന്മാർ അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ ഒക്കെ മുഖത്ത് ഞാൻ ആട്ടുമായിരുന്നു. ഒക്കെ ശരിയാവും, ക്ഷമിക്കും. എനിക്കല്ല ക്ഷമക്കേട്. അച്ഛനേക്കാൾ തിരക്ക് അനിയത്തിക്കാം. അവൾ ഏതൊരു വീരകുമാറിനെ കണ്ടുവച്ചിട്ടുണ്ട് കുതിരപ്പുറത്ത്, അല്ല ഒരു ലഡാക്ക് സ്കൂട്ടറില്. അവനീ പരിസരത്തൊക്കെ കറങ്ങുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. ഭാരതിയോട് ഇങ്ങനെ പറയണം, തൊഴിലില്ലാത്ത ആ പെണ്ണ് വീട്ടിലും പരിസരത്തിലും ചുറ്റിക്കറങ്ങി നടക്കുന്നത് നമുക്ക് ആപത്താണ്. സ്ത്രീയല്ലേ, അവൾ ചിലപ്പോൾ എന്നെ പ്രേമിച്ചു കളയും. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആ പെണ്ണിനൊരു ജോലി. അച്ഛൻ വരുന്നുണ്ടാവും. കാശ് കിട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉള്ള സമയങ്ങളായിരുന്നു എഴുതിക്കും. നന്നായി വരും. നീ എവിടെ പോയിരുന്നു? ഇവളാണ് മൂത്തത്. ഈ നാണുകേട്ടനും ഞാനും കുറച്ചു കാലം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അമ്മ മരിച്ച കാലത്ത് ഞാനിവിടെ ഇടയ്ക്ക് വന്നിരുന്നു. കോമൺവെൽത്തിന് നിന്റെ ആപ്ലിക്കേഷന് വല്ല റിപ്ലൈ വന്നോ? സായിപ്പന്മാരുടെ കാലത്ത് എന്തായാലും 4-ാം ദിവസം റിപ്ലൈ വരും. ഇപ്പോഴത്തെ ഓരോ മാനേജർമാര് തെറ്റില്ലാത്ത ഇംഗ്ലീഷിൽ 4 വാചകം ഡിക്റ്റേറ്റ് ചെയ്യാൻ നോക്കുവോ? നാണുകെട്ടിന്റെ വഴിക്ക് ഒരു കേസ് വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ സൂപ്പർവൈസർ
ഞാൻ പിന്നെ പറയാം. കഴിഞ്ഞില്ലേ? അവരൊക്കെ വന്നു ചേച്ചി. വരട്ടെ. നാശം. ഞാൻ നോക്കി, തിരക്കാടില്ല. ഇലക്ട്രിസിറ്റി ബോർഡിലാന്ന് വെച്ചാ കൈക്കൂലി ബറാബർ കിട്ടും. ടൈപ്പ് റൈറ്റിംഗ് മാഷ് പറഞ്ഞു. ഇതേ ചായ കൊണ്ടൊരു അച്ഛൻ കുറച്ച് ധൈര്യം അകത്താക്കിയിട്ടുണ്ട് അവരൊക്കെ വരുന്നതിന് മുമ്പ്. സായിപ്പന്മാരുടെ കാലത്ത് എന്തായിരുന്നു സ്ഥിതി? കേട്ടിട്ടുണ്ട്. ആ ചായ കുടിക്ക. എങ്ങനെയുണ്ട് ചേച്ചി? ഇത്തിരി കോങ്ങുന്നുണ്ടോ? കടന്നു പോടി. എന്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ വലിയ പൊസിഷനിലിട്ട് അടുത്ത് തന്നെ ഇവൾക്കും ഒരു ജോലി ശരിയാവും. ഇത് റൈറ്ററുടെ സ്വന്തം വീടാണോ? എന്ന് പറയാം. 22 വർഷമായി ഞാനിവിടെ താമസം തുടങ്ങിയിട്ട്. വളരെ ചെറിയൊരു വാടകയുള്ളൂ. ഇതാളെ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടിയാണല്ലോ. ആ നാണുമൂപ്പര് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞങ്ങൾ കുബേരന്മാരല്ല, കെട്ടിയിരിപ്പില്ല. കളവ് പറഞ്ഞ് നിങ്ങളെ കൊടുക്കാൻ ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല. 940 ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് മലബാർ മെട്രിക്കുലേഷൻ പാസ്സായവനാ ഞാൻ. നിങ്ങളൊക്കെ കാശ് പണം ഇന്നല്ലേ കാണുന്നത്. വന്ന കക്ഷി എങ്ങനെ? എന്ത്? വയ്യ. അച്ഛനല്ല ആര് പറഞ്ഞാലും ശരി, കാണാൻ നിന്നു കൊടുക്കണ ഈ ചടങ്ങ് ഇനി വയ്യ. എനിക്കൊരു ജോലി വാങ്ങിത്തരൂ. എന്ത് ജോലിയായാലും ചെയ്യാം. എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ദൂരത്തെങ്ങാനാണ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ അടുക്കളപ്പണിക്ക് വന്ന് നിൽക്കുമായിരുന്നു. എന്തായിരുന്നു പുതിയ പാർട്ടിയുടെ ഡിമാൻഡ്? അറിഞ്ഞൂടാ. അച്ഛൻ ഒച്ച വയ്ക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഇറങ്ങിപ്പോന്നു. കുമാരൻ റൈറ്ററുടെ മകളായതുകൊണ്ട് കൂലിപ്പണിക്കും പോകാൻ പാടില്ലല്ലോ. തൊഴുതുമടങ്ങും സന്ധ്യമേതോ വീഥിയിൽ മറയുന്നു. ഏറൻ മുടിയിൽ നിന്നിറ്റിറ്റു വീഴും നീർമണി തീർത്ഥമായി, കറുകപ്പൂവിന് തീർത്ഥമായി. എടീ, കണ്ടവനെ പിടിച്ച് പള്ള വേർപ്പിച്ച അപഖ്യാതി കൂടെ കേൾപ്പിക്കണം. എന്നിട്ടാ ഞാൻ ചാവും. അച്ഛൻ വരൂ. ഒരു കഥക്കാരൻ ഇറങ്ങിയിരിക്കും. തന്റെ പത്രം നടത്തുന്ന വർഗീസ് മലയാളി ചോദിച്ചാൽ അറിയാം കുമാരൻ റൈറ്ററാരാന്ന്. നിന്റെ ഒരു പാട്ടും കൂത്തും മാനം മര്യാദയായിട്ട് കഴിയുന്ന കുടുംബങ്ങളാണ് അയലോക്കങ്ങളിൽ. നീ സൂക്ഷിച്ചു നടന്നോ. അച്ഛൻ വരൂന്നേ. അച്ഛൻ എങ്ങോട്ടാ? പുറത്തു പോയി വരാം. കഴിക്കാറായിരിക്കണം. പോയോ? ഞാനൊന്ന് അലസിക്കയുടെ വീട് വരെ പോയിട്ട് വരാം. വരും. പൂട്ടിക്കോളൂ.
ഞാൻ വെറുതെ വന്നാണ്. ഞാൻ വെറുതെ പുറത്ത് നടക്കാമെന്ന് വെച്ചു. ഇന്ന് ഓഫാണല്ലോ. വരും. അച്ഛൻ ഒന്നും വിചാരിക്കരുത്. എന്തോ വെളിവില്ലാതെ പറഞ്ഞെന്ന് കരുതിയാ മതി. എനിക്ക് ഊഹിക്കാം. പശ്ചാത്താപം ഇനി ചാരാക്കടയിലാവും. പാതിരയ്ക്ക് വന്നാൽ ഞങ്ങൾ രണ്ടാളെയും വിളിച്ചു നിർത്തി കരയാൻ തുടങ്ങും. ശകാരം സഹിക്കാം. ആ കരച്ചിൽ കാണാൻ വയ്യ. എന്നെ കൊണ്ട് ശല്യമായോ? ഏയ്, അതൊന്നും ഞാൻ സാരമാക്കിയിട്ടില്ല. ഇരിക്കെ, ഞാനൊരു ചായ ഉണ്ടാക്കുന്ന പരീക്ഷണം നോക്കാം. ഞാനുണ്ടാക്കാം. അരുത്, മറ്റൊരുത്തന്നെ ശപിക്കും. അരുത്. നിന്നെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ വലിയ വിഷമം. ഞാൻ നിസ്സഹായനാണല്ലോ എന്ന ദുഃഖം. എന്തിന്? പ്രീ ഡിഗ്രി തോറ്റിരിക്കുന്ന ഒരു ഗതിയില്ലാത്തൊരു കുടിയൻ തണ്ടയുടെ മോൾക്ക് പേരുള്ള ഒരാൾ വരില്ല. പിന്നെന്തിനു ദുഃഖിക്കണം? ഒരു തമാശ പറയട്ടെ. അല്പം വൈകിപ്പോയി നിന്നെ കണ്ടതെന്ന് തോന്നി. എനിക്ക് നിന്നെയും വിട്ടുകളയാൻ ഇഷ്ടമല്ലെന്നാണ് സത്യം. സ്വാർത്ഥതയാണ്. അങ്ങനെ സാറ് ഷെയ്ഖോ സുൽത്താനോ ആവാൻ നോക്കണ്ട. എന്നും എനിക്കൊരു നല്ല ഫ്രണ്ടായിരിക്കുമെന്ന് പ്രോമിസ് ചെയ്താൽ മതി. വലിയ ആളായി, വളരെ വലിയ ആളായി ലോകം മുഴുവൻ അറിയുന്ന കാലത്തും മനസ്സിൽ പതുക്കെ പറയാമല്ലോ അതെന്റെ ചങ്ങാതിയാണെന്ന്. അത് മതി എനിക്ക്. ഇവിടെ മിസ്റ്റർ ജയദേവൻ എന്നൊരാൾ താമസിക്കുന്ന സ്ഥലം? ആ വീടാണ്. ആളില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ വാടകയ്ക്ക് കൊടുത്ത സ്ഥലമാണോ? അല്ലല്ല, ഒക്കെ ഒരു ജന്മിയുടെയാ. നളിനി, ജയച്ചേട്ടനകത്തുണ്ടോ നോക്ക്. പൂട്ടി കിടക്കുക ചേച്ചി. പുറത്തുനിന്ന് പൂട്ടിയ പിന്നെ അകത്ത് ഒളിച്ച് കടന്നിരിക്കുവോ? വരുമ്പോ പറയാം. വേണമെങ്കിൽ ഇരിക്കാം. ജോലിക്കാരും ഇല്ലേ അവിടെ? ഇല്ല. അപ്പോ ഭക്ഷണമൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നാവും അല്ലേ? അല്ല, പുറത്തുനിന്ന്. തോന്നിയ സമയത്തല്ല ഡ്യൂട്ടി. എഴുത്തുകാർക്ക് വായുഭക്ഷണം കൊണ്ട് കഴിയാമായിരിക്കും. ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇരിക്കുന്നില്ലേ? ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ വഴി പോകുമ്പോ വെറുതെ കയറിയതാണ്. നിങ്ങളുടെ പേര്? ഗീത. വരുമ്പോൾ എന്താ പറയേണ്ടത്? ഒന്നുമില്ല. ഭാരതി അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞോളാം. എന്നെ എങ്ങനെ അറിയും? ദിവ്യദൃഷ്ടിയുടെ വരം കിട്ടിയിട്ടുണ്ട് എനിക്ക്.